കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ LGSൻ്റെ ഏറ്റവും റീസെൻ്റായിട്ട് ഫേസ് 2 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ സയൻസിലെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്, അല്ലേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സയൻസിൻ്റെ ചോദ്യങ്ങൾ എന്തെല്ലാം, ഏതൊക്കെ ഭാഗങ്ങൾ ഇനി വരാൻ പോകുന്ന ഫേസിലുള്ളവർ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ ചെറിയൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് എവിടെ നിന്ന് വന്നു എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, തയ്യാറാകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പോവാം. കണ്ടോ, നമ്മുടെ ഈ രണ്ടാമത്തെ ഫേസിൽ വന്ന സയൻസിൽ നിന്ന് വന്ന ഒന്നാമത്തെ ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോസോവ രോഗം പരത്തുന്നത്. പ്രോട്ടോസോവ പരത്തുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ് പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോവ നോക്കിക്കൊള്ളുക. ക്ഷയം, മലമ്പനി, എലിപ്പനി, എയ്ഡ്സ്. ഈ ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ SCRT 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ രോഗവും രോഗകാരിയും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അവിടെ എടുത്ത് പറയുന്നുണ്ട് പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്, മലമ്പനി എന്ന് പറയുന്നത്, അല്ലേ? മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്നത് ഏത് പ്രോട്ടോസോവയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്, ഈ മലമ്പനി എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ മലമ്പനിയുടെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനോഫിലസ് പെൺകൊതുകുകളാണ്. എന്തിൻ്റെ, ഈ മലമ്പനിയുടെ പ്ലാസ്മോഡിയം പരത്തുന്ന അല്ലെങ്കിൽ പ്രോട്ടോസോവ പരത്തുന്ന മലമ്പനിയുടെ വാഹകര് അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമുകൾക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. മലേറിയ അല്ലെങ്കിൽ മലമ്പനി, അല്ലേ? പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണ്. ഏത് പ്രോട്ടോസോവയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. അതിൻ്റെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് പെൺകൊതുകുകളാണെന്ന് മനസ്സിലാക്കുക, അല്ലേ? അപ്പം അതിൻ്റെ ആൻസർ ഏതാണ്? മലമ്പനിയാണ് എന്ന് മനസ്സിലാക്കുക. മലമ്പനിയാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്, അല്ലേ? ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത്. ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, അല്ലെ? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ക്ഷയം എന്ന് മനസ്സിലാക്കുക. അതേപോലെ എലിപ്പനിയും ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറ. ഏതാ? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എലിപ്പനി പരത്തുന്നത്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എലിപ്പനി പരത്തുന്നത്. അതുകൊണ്ട് തന്നെ എലിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ലെപ്റ്റോസ്പൈറോസിസ്. ഇപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എലിപ്പനിയാണ്. കാരണം എലിപ്പനി വരുത്തുന്ന ബാക്ടീരിയയുടെ പേര് എന്താണ്? ലെപ്റ്റോസ്പൈറ എന്നാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന എയ്ഡ്സ്, അല്ലേ? എയ്ഡ്സ് പരത്തുന്ന ഒരു വൈറസ് ആണ്. ഏത് വൈറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് പരത്തുന്നതെന്ന് മനസ്സിലാക്കുക. എയ്ഡ്സിനെ കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും മലമ്പനിയും അതേപോലെ ക്ഷയവും ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന്, ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞ ചാപ്റ്റർ മറക്കണ്ട, 10th SCRT 10th 4ാമത്തെ ചാപ്റ്റർ രോഗങ്ങളും രോഗകാരിയും, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. സോ ഇനി വരാൻ പോകുന്ന ഫേസിലുള്ളവർ ആ ഒരു ചാപ്റ്റർ 10th 4ാമത്തെ രോഗവും രോഗകാരിയും എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയിട്ട് പോവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. ഈ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, അല്ലേ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ രക്തപരിചരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കൊള്ളുക, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ.
പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. അതിൽ ആൽബുമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ അഥവാ BP ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആൽബുമിനാണ്. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഗ്ലോബുലിനാണ്. അതേപോലെ ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജനാണ്. ഇപ്പോൾ ചോദിക്കുന്ന ആൻസർ നമുക്ക് കിട്ടി. ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജനാണ് എന്ന് മനസ്സിലാക്കുക. ആൽബുമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നു, BP അഥവാ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഗ്ലോബുലിനാണ്. പിന്നീട് കെരാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അല്ലെ, നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മുടെ ത്വക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ, അതും SCRTയിലെ പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 9ാം ക്ലാസ്സിലെ ആ ഒരു 3rd ചാപ്റ്റർ, ആ രക്തപരിഹരണ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു 3rd ചാപ്റ്റർ, ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് 2 ചോദ്യങ്ങളാണ് വന്നത്. ആ ഒരു ഒറ്റ ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററിൽ നിന്ന്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണിത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഇതും എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയിട്ട് LGSന്റെ ആദ്യ ഫേസിലും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഫേസിലും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 3ാമത്തെ ഫേസിലും ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിരിക്കും. നോക്കിക്കൊള്ളുക, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളതാണ് അല്ലേ. അത്തരത്തിൽ തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കണ്ടോ, ഇലക്ട്രോ എൻസിഫലോഗ്രാം അഥവാ EEG ആണ്. ഇലക്ട്രോ എൻസിഫലോഗ്രാം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇലക്ട്രോ കാർഡിയോഗ്രാം ഉണ്ട്. കാർഡിയോളജി എന്ന് വെച്ചാൽ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്. സോ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. തലച്ചോറ് എന്ന് പറയുന്നത് ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. പിന്നീട് അൾട്രാസൗണ്ടിക് ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആന്തരവയവങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനർ. അവിടെ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് ശബ്ദങ്ങളാണ്. പിന്നീട് CT സ്കാനർ, അതിൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്തിരിക്കുക, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എന്നാണ്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എക്സ്റേയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരവയവങ്ങളുടെ 3D സ്ട്രക്ചർ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് CT സ്കാനാണ്. അതേപോലെ MRI സ്കാൻ, അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെച്ച് നോക്കുക, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. എന്നാണ് MRIയുടെ ഫുൾ ഫോം. അതും ആന്തരാവയവങ്ങളുടെ 3D സ്ട്രക്ചർ ലഭ്യമാകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഈ 2 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, കാരണം ഇതാണ് നമുക്ക് തിരിഞ്ഞു പോകുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ്. അതെന്താണ്? ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. EEG ആണ്. ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. EEG ഇലക്ട്രോ എൻസിഫലോഗ്രാം. ഓപ്ഷൻ സി ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഇലക്ട്രോ എൻസിഫലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം, ഇത് 10ാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ ചാപ്റ്റർ രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ വൃത്തിയായിട്ട്, ഈ ബോക്സ് വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്. അടുത്തത് ഇതും 10ാം ക്ലാസ്സിലെ ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കണ്ണ് മീൻസ് വിറ്റാമിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത്തരത്തിൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ കാഴ്ചയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നിശാന്തത എന്നുള്ളതാണ്. നിശ മീൻസ്, നിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ അല്ലെങ്കിൽ അല്ലേ, സൂര്യാസ്തമയത്തെ നമ്മൾ നിശ എന്ന് പറയുന്നത് അല്ലേ. രാത്രി സമയമാണ് നമ്മൾ നിശ എന്ന് പറയുന്നത്. നിശയിലുള്ള അന്ധത, രാത്രി സമയങ്ങളിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ അല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്.
അല്ലേ, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്, നിശാന്തത, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിശാന്തത. രാത്രി സമയങ്ങളിൽ കാഴ്ച ഇല്ലാതാവുന്ന അല്ലെങ്കിൽ കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിശാന്തത. ഇതും SCRT 10th ചാപ്റ്റർ 10th ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. 10th ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നൊരു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഈ ഒരു ഏരിയയിൽ ചോദ്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. ഇനി തുടർച്ചയായിട്ട് വിറ്റാമിൻ എ ലഭിക്കാതിരുന്നാൽ, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വിറ്റാമിൻ എ ലഭിക്കാതിരുന്നാൽ നമ്മുടെ കോർണിയ അതേപോലെ റെറ്റിന തുടങ്ങിയ ഭാഗങ്ങൾ എന്താകുന്നു, ഇല്ലാതാകുന്നു, അതിന് നാശമുണ്ടാകുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. സിറോഫ്താൽമിയ. ഇപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിശാന്തതയും 2 സിറോഫ്താൽമിയമാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്തതയാണ്. തുടർച്ചയായിട്ട് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, തുടർച്ചയായിട്ട് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറോഫ്താൽമിയാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് നിശാന്തതയും തുടർച്ചയായിട്ട് വിറ്റാമിൻ എ ലഭിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ സിറോഫ്താൽമിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത, അല്ലേ? ഇനി ബാക്കി അപര്യാപ്ത രോഗങ്ങൾ വിറ്റാമിൻ ബി അല്ലെങ്കിൽ B1 ബെറിബെറി, അല്ലേ? വിറ്റാമിൻ ഡി എന്ന് പറയുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന രോഗം, അതിൻ്റെ അപര്യാപ്ത രോഗമാണ്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് സ്കർവി, നാവീകരണ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി വിറ്റാമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ് എന്ന് കൂടി അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ചോദ്യം വന്നതും SCRTയിൽ നിന്ന് തന്നെയാണ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. ആദ്യത്തെ ഫസ്റ്റ് ഫേസിലും ശബ്ദത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഫേസിലും ശബ്ദത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഫേസിലും ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം, അല്ലേ? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന, അതാ ചോദ്യം വന്നിരിക്കുന്ന 8ാം ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ നിന്നാണ്, ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് പരിധിയുണ്ട്. ഏതൊക്കെയാണ്? ആ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലേ? അതിനുള്ള ആ ഇടയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നു, അല്ലേ? ഭൂകമ്പ തരംഗങ്ങളും അതേപോലെ പ്രാവുകൾ, അല്ലേ? ആന, അതെല്ലാം ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണ്, അല്ലേ? മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ആ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ്, അല്ലേ? അൾട്രാസോണിക് ശബ്ദങ്ങൾ. വവ്വാലുകൾ, നിശാശലഭങ്ങൾ, എലികൾ, അല്ലേ? അവയ്ക്കെല്ലാം അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാനും അല്ലെങ്കിൽ കേൾക്കുവാനുമുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് ആൻസർ അണ്ടർസ്റ്റുഡ് ആണ്, അല്ലേ? ഓപ്ഷൻസ് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദങ്ങളാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. അതെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്, അല്ലേ? 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് എന്നും 20 ഹെർട്സിൽ മുകളിലുള്ള ശബ്ദങ്ങൾ അൾട്രാസോണിക് എന്നും പറയുന്നു, അല്ലേ? വവ്വാലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാസോണിക് ശബ്ദങ്ങളാണ്. വവ്വാലുകളെ പ്രയോജനപ്പെടുത്തുന്നത്, അവയുടെ ആ ഒരു അവയുടെ ആ യാത്രയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? വവ്വാലുകൾ പ്രയോജനപ്പെടുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൾട്രാസോണിക് ശബ്ദങ്ങൾ. അതേപോലെ സോണാർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത്, അല്ലേ? വലിയ കപ്പലുകളിൽ അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ ആഴം കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. ആ സോണാറിൽ പ്രയോജനപ്പെടുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചാലും അത് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന്, ശബ്ദം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന്, SCRT 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ആ ഒരു ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഫേസിലും വന്നു, സെക്കൻഡ് ഫേസിലും വന്നു. അതുകൊണ്ട് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക? ആ ഒരു ചാപ്റ്ററും ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കി പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
യെസ്. അടുത്ത ചോദ്യം നോക്കിക്കൊടുക്കുക. പോർട്ടൽ സർക്കുലേഷനിൽ പോർട്ടൽ സിരയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം വന്നത് 9ാം ക്ലാസ്സിലെ നമ്മുടെ പഴയ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു, പുതിയ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3rd ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നത്. നമ്മൾ നേരത്തെ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജനുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യവും അതേപോലെ ഈ പോർട്ടൽ സർക്കുലേഷൻ ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നു അല്ലേ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട. സോ പോർട്ടൽ സർക്കുലേഷൻ ഇതുവരെ നല്ലൊരു ചോദ്യമായിരുന്നു. ഈ പോർട്ടൽ സിരയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നുള്ളതാണ്. നോക്കിക്കൊള്ളുക. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളെയാണ് നമ്മൾ പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. അവയവം ഓർഗൻ ടു ഓർഗൻ, അതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക്. അതേപോലെ എന്താണ് പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നതും ആര് തന്നെയാണ്? ഈ പോർട്ടൽ സർക്കുലേഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതായത് ആൻസർ 2ഉം 4ഉം വരുന്ന പ്രസ്താവന 2ഉം 4ഉം ശരി, ഓപ്ഷൻ ബി ആയിരുന്നു അതിൻ്റെ ആൻസർ. ചോദ്യം വന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? SCERT 9th നമ്മൾ നേരത്തെ പറഞ്ഞ 3rd ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ phase 2 എക്സാമിന് നമുക്ക് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്. അടുത്തത് 8ാം ക്ലാസ്സിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം അല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ള എങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമായിരുന്നു. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് 8ാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ. നമ്മുടെ എൻവയോൺമെൻറ്റ് ചാപ്റ്റർ ഉണ്ട്, ആ 8ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു റെഡ് ഡാറ്റ ബുക്ക്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? വിവിധ രാജ്യങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് എന്തെന്ന് പറയുന്നത് IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഈ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെങ്കിൽ IUCN ഓരോ വർഷവും പുറത്തിറക്കുന്ന ഒരു പബ്ലിക്കേഷനാണ് റെഡ് ഡാറ്റ ബുക്ക്. ഈ ബുക്കിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബുക്കിൽ ഓരോ വർഷവും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് അടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് അല്ലേ. ഈ റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുക. ചോദ്യം വന്നത് 8ാം ക്ലാസ്സിലെ SCERTയിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നത്. അടുത്തത് നോക്കിക്കൊള്ളുക. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം. ഈ ചോദ്യം വന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂറയാണ് എന്ന് മനസ്സിലാക്കുക. ആൻസർ പ്ലൂറ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് പെരികാർഡിയമാണ് അല്ലേ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം പെരികാർഡിയം. ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറയാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ മെനിഞ്ചസ് ഉണ്ട്, നമ്മുടെ തലച്ചോറ്, സുഷുമ്ന എന്നിവിടങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് മെനിഞ്ചസ് ആണ് എന്നും കൂടി മനസ്സിലാക്കുക. പെരികാർഡിയം ഹൃദയം, പ്ലൂറ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം, മെനിഞ്ചസ് തലച്ചോറ്, സുഷുമ്ന. അപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 9th 4th ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യം, SCERTയിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യം കൂടി. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വന്നത് SCERTയിൽ നിന്നാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം, ബാക്കി ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് വരുന്ന ചോദ്യങ്ങളാണ്. മനുഷ്യരിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് അല്ലേ? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഏതാണ്? കരളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് പാൻക്രിയാസിലേക്ക് വരുമ്പോൾ പാൻക്രിയാസ് അറിയപ്പെടുന്ന പേരാണ് സമ്മിശ്ര ഗ്രന്ഥി അല്ലേ. സമ്മിശ്ര ഗ്രന്ഥി. എന്തുകൊണ്ടാണ് പാൻക്രിയാസിനെ സമ്മിശ്ര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്? ചോദ്യത്തിൻ്റെ ആൻസർ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, പാൻക്രിയാസ് അറിയപ്പെടുന്ന പേര് സമ്മിശ്ര ഗ്രന്ഥി എന്നാണ്. എന്തുകൊണ്ടാണ് പാൻക്രിയാസിനെ സമ്മിശ്ര ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാൻക്രിയാസ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും. ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് പാൻക്രിയാസിനെ നമ്മൾ വിളിക്കുന്ന പേര് സമ്മിശ്ര ഗ്രന്ഥി എന്നാണ്. എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യും, ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ദഹനത്തിന് സഹായിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ്. അതേപോലെ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അല്ലേ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പോൾ അതേപോലെ ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറഞ്ഞ ഹോർമോണും പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞ ഡൈജസ്റ്റീവ് എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണ്. എൻസൈമും ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പാൻക്രിയാസിന് വിളിക്കുന്ന പേര് സമ്മിശ്ര ഗ്രന്ഥി എന്നാണ്. സമ്മിശ്ര ഗ്രന്ഥി എന്നാണ്. അവിടെ നോക്കിക്കോളാം, തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമോസിൻ അറിയപ്പെടുന്ന പേരാണ് യുവത്വ ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നാണ് തൈമോസിൻ അറിയപ്പെടുന്നത്, അല്ലെ? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിനാണ്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇതിൽ നിന്ന് വന്ന ഒരു പ്രീവിയസ് ഇയർ ചോദ്യം എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, സൊമാറ്റോട്രോപ്പിൻ എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്ന ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്. ആ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പാൻക്രിയാസ് സമ്മിശ്ര ഗ്രന്ഥി, എൻസൈമും ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കരൾ, മനുഷ്യരുടെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ തന്നെയാണ്. തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിനാണ്. ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ, ഗ്രോത്ത് ഹോർമോൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ, അത് ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരിടാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കാപ്സ് എന്നാണ്. കാർസാപ്പ്, KARSAP, അല്ലേ? അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. എന്ന് മനസ്സിലാക്കുക. സോ അതൊരു കറണ്ട് അഫയേഴ്സ്, സയൻസിൽ നിന്ന് വന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. KARSAP എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ഒരു കറണ്ട് അഫയേഴ്സ്, സയൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചൊരു കറണ്ട് അഫയേഴ്സ്. അവിടെ നോക്കിക്കൊള്ളുക, സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? അല്ലേ? നമ്മൾ ആക്ച്വലി പാത എന്ന് കേൾക്കുമ്പോൾ അല്ലേ, നമ്മൾ എങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്? അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യം ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ, അല്ലെ, രണ്ട് സസ്യകോശങ്ങളിൽ തമ്മിൽ, അതിൻ്റെ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു പാതയുണ്ട്, ചെറിയൊരു സുഷിരങ്ങളുണ്ട്. ആ പാത അല്ലെങ്കിൽ ആ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്ലാസ്മോഡെസ്മേറ്റയാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. പ്ലാസ്മോഡെസ്മേറ്റ, അല്ലേ? പ്ലാസ്മോഡെസ്മേറ്റയാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്ലാസ്മോഡെസ്മേറ്റയാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇതും അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി, ഇതും ഒരു കറണ്ട് അഫയേഴ്സ് രീതിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫലേറിയ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. നെഗ്ലേറിയ ഫലേറിയ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. അതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്നൊരു ചോദ്യം തന്നെയായിരുന്നു. ഇതും ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംബോക്സ്. ഓപ്ഷൻ എ എംബോക്സ് ആയിരുന്നു അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? വീണ്ടും സയൻസിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഫേസ് 2 ചോദിച്ച ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആസാം ആയിരുന്നു അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായിട്ട് യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആക്ച്വലി അതും SCRTയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ദഹനം എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആക്ച്വലി ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, എടുത്ത് പറയേണ്ടതുണ്ടല്ലോ, ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കോളൂ, ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ്, നമുക്കറിയാം, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, വില്ലസുകൾ ചെറുകുടലാണ്, അവിടെയാണ് ആഗിരണം നടക്കുന്നത്, അല്ലേ? അപ്പം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം അതിൻ്റെ ആൻസറും 1ഉം 2ഉം ആണ്, അല്ലേ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പക്ഷേ ഈ ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗവും നമ്മൾ SCRT പ്രകാരം ചെറുകുടലിലാണ് ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമെന്നും കൂടി പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ഡിലീഷനിലേക്ക് പോകാവുന്നൊരു ചോദ്യമാണ്. കാരണം ചെറുകുടലിൽ വെച്ചും ഒരു പരിധിവരെ ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. പ്രൊവിഷണൽ ആൻസർ പ്രകാരവും ആൻസർ എന്താണ്? സി തന്നെയാണ്, അല്ലേ? ഇത് രണ്ടും ആണ് ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ SCRTയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ഈ ഒരു ചോദ്യം വേണമെങ്കിൽ ഒരു ഡിലീഷനിലേക്ക് പോകാം. നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നാലേ അത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. SCRT എടുത്ത് പറയുന്നുണ്ട് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം എവിടെ ചെറുകുടലിൽ വെച്ചും ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ഡിലീഷനിലേക്ക് പോകാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ പ്രൊവിഷണൽ ആൻസറിന് പ്രകാരം എന്താണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വന്നാലേ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വേണമെങ്കിൽ അത് ഡിലീഷനിലേക്ക് പോകാവുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇത് വന്നത് SCRTയിൽ നിന്നാണ്, 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ LGS എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ 10th പ്രിലിംസ് പോലുള്ള എക്സാമുകളാണ്. സോ 10th പ്രിലിംസിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ആശാ മിസ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എങ്ങനെ 10th പ്രിലിംസ് പഠിക്കാം അല്ലേ, എന്തെല്ലാമാണ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റായിട്ട് മിസ്സിനോട് ചോദിച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഡേറ്റ് മറക്കണ്ട, ഒക്ടോബർ 4-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ LGSൻ്റെ ഈ ഒരു ഫേസ് 2-ൽ നിന്ന് പഠിക്കേണ്ടത് തീർച്ചയായിട്ടും ചോദ്യങ്ങളുടെ ഒരു 75% ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളും 70-75% ചോദ്യങ്ങളും വന്നത് SCRT ബേസ് ചെയ്താണ് സയൻസിൽ. ഇനി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.